റെഡി വിത്ത് മീ ആണ്. ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രൈമർ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർന്നു. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫേസിൽ. ഞാൻ കളർ കറക്റ്ററും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ അങ്ങനെ. ഇപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ അതിന് സേറ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സേറ ഇടാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് ഓർത്താണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, എങ്കിലൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചേക്കുവാണ്. ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഫേസ് ഞാൻ ക്ലെൻസും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ എനിക്കിപ്പോൾ 2 സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഈ 2 സൺസ്ക്രീനിൽ ഞാൻ കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു സൺസ്ക്രീനാണ്. കാരണം ഇതിലൊരു നമുക്ക് പെരട്ടിയ ഒരു ഫീല് തോന്നും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പെരട്ടിയതായിട്ട് പോലും ഇതിലറിയത്തില്ല. അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൈമറാണ്. അപ്പോൾ ഞാൻ പ്രൈമർ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർന്നു പോയി. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൈമറാണ് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് കളർ കറക്റ്റർ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫേസിൽ. ഞാൻ കളർ കറക്റ്ററും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ അങ്ങനെ. ഇപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ മറ്റേ ഫിറ്റ്മിയുടെ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുന്നത് ഇതാണ്. ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ ഒരു വശത്ത് ഫൗണ്ടേഷൻ പെരട്ടിയിട്ടുണ്ട്, ഒരു വശത്ത് ഞാൻ പെരട്ടാൻ പോകണേ ഉള്ളൂ. നമ്മൾ ഫൗണ്ടേഷൻ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് കറക്റ്റ് ആക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പെൻസിൽ വെച്ചാണ് ഐബ്രോസ് ചെയ്യാറ്. പിന്നെ ഒന്നൊരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇപ്പോൾ ഐബ്രോസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഐബ്രോസ് എഴുത്ത് കണക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതി ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇതൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ നല്ല വെട്ടമാണ്, അതാണിപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണ് എഴുതാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ പാലറ്റൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ജസ്റ്റ് ഇതാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ണ് എഴുതാം. ഞാനിപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐലൈനർ എഴുതാം. അപ്പോൾ എനിക്ക് ഇത് നോക്കി എഴുതാൻ പറ്റില്ല, ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാൻ സാധാ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ഇത് സ്റ്റുഡിയോൻ്റെ ഇതരം യെല്ലോയും ഉണ്ട്, അതുപോലെ ഗ്രീൻ പോലെ ഇരിക്കുന്ന അതൊന്ന് ജസ്റ്റ് ചില സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് ഹൈലൈറ്റായിട്ട് നിൽക്കും. പക്ഷേ ഇപ്പം എനിക്ക് പുറത്ത് പോകാൻ വേണ്ടി വേണ്ട, എന്നാലും ഞാൻ ചുമ്മാ
സമയത്ത് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഹൈലൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക മസ്കാരാണ്. അപ്പോൾ മസ്കാര ഇപ്പോൾ രണ്ടും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ലെങ്തനിങ് മസ്കാര, വാട്ടർ പ്രൂഫാണ്, സ്റ്റുഡിയോന്ന് വാങ്ങിയാണ്. അപ്പോൾ ഇതാണ് മസ്കാര. അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഇതാണ്, എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കണ്ണെഴുതിയിരിക്കുന്നത്. നല്ലൊരു മസ്കാര ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ലിപ്പിൽ ചെയ്യാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഞാൻ സാധാ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് ഇതിൽ കാണുന്ന അത്ര ഹൈലൈറ്റ് അല്ല കേട്ടോ, കാരണം വെട്ടത്തിൻ്റെയാണ്. എനിക്ക് ഈ മാറ്റ് ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇഷ്ടം യൂസ് ചെയ്യാൻ വേണ്ടി. ആണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഹെയർ നമുക്ക് ചെയ്യണം. ഹെയർ ചില സമയത്ത് ഞാൻ കേൾ ചെയ്തിടാറ് പതിവ്, ചില സമയത്ത് സ്ട്രെയിറ്റ് ചെയ്തിടും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹെയർ ബാൻഡ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുഷൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോണി ടൈൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് കൂടുതലും, അല്ലാതെ വേറെ തരത്തിലൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ കമ്മൽ ഡ്രസ്സിൻ്റെ അനുസരിച്ച് എന്തെങ്കിലും, ഇപ്പോൾ ചുരിദാറും കാര്യങ്ങളാണെങ്കിൽ അതനുസരിച്ചുള്ള ഇയറിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റഡ് ഇടത്തുള്ളൂ, സെക്കൻഡ് സ്റ്റഡ് ഇടും, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഹെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയറിൽ അതിന് സെറ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെറ ഇടാം. ഈ സെറത്ത് നല്ല മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറത്തിൻ്റെ മണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഇങ്ങനെ അയച്ചിടും, ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ കേൾ ചെയ്ത് വെക്കും. കേൾ ചെയ്യാനുള്ള എനിക്ക് നല്ല മടിയാണ്, കേൾ ചെയ്യാനൊക്കെ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പോണിറ്റയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇത് മാത്രമായിട്ട് എന്തിനാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഞാൻ കമ്മൽ ഇതിപ്പോൾ ഈ ഒരു ചെറിയ സ്റ്റഡാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്തെങ്കിലും മാലയൊക്കെ പടുമ്പോൾ ഇടും. പക്ഷേ എനിക്കൊരു പൊട്ട് തൊടാൻ തോന്നുന്നുണ്ട്. നമുക്ക് ചെറിയ പൊട്ട് തൊട്ടാലോ? ചില പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം അല്ല, ഞാൻ വേറെ ടോപ്പാണ് ഇടുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറി. ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും കമ്മലൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ഇടാം. ഒരു കുഞ്ഞിപ്പൊട്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറി. അതുകൊണ്ട് എനിക്കിനിപ്പോൾ പൊട്ടൊക്കെ തൊട്ട് വലിയ ഇയറിങ്സൊക്കെ ഇട്ട് വേറെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് പൊട്ട് തൊട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഇടാം. ഫൈനൽ ലുക്ക് ഞാനൊരു അച്ചുടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.